നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ബാക്കിയുള്ള 23 മാസങ്ങളിൽ ഭരണം ശക്തമാക്കാൻ മന്ത്രിസഭയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ പ്രധാന പാർട്ടി കൂടിയായ CPI മന്ത്രിമാരും പാർട്ടി നേതൃത്വവും ശക്തമായി സർക്കാരിൽ ഇടപെടണമെന്നാണ് ധാരണയുണ്ടായിരിക്കുന്നത്. CPI മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ ധനവകുപ്പിൽ നിന്ന് പണം ലഭിക്കുന്നില്ലെന്ന് പറയുമ്പോൾ അത് ചോദിച്ചു വാങ്ങാത്തത് മന്ത്രിമാരുടെയും പാർട്ടി നേതൃത്വത്തിൻ്റെയും പിടിപ്പുകേട് കൊണ്ടുകൂടിയാണെന്ന ആക്ഷേപം മറികടക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ നടപടി. ഇതിൻ്റെ ഭാഗമായി മന്ത്രിമാരും പാർട്ടി നേതൃത്വവും കൂട്ടായി വിഷയങ്ങൾ ചർച്ച ചെയ്ത് സർക്കാരിനെ തിരുത്താനും ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമം നടത്തും. ആദ്യപടിയായി ഓണക്കാലത്ത് സപ്ലൈകോയ്ക്ക് കൃത്യമായ പണം സർക്കാരിൽ നിന്ന് ലഭിക്കണമെന്ന് നേതൃത്വം തന്നെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. കിട്ടാനുള്ള 600 കോടിയിൽ പകുതിയെങ്കിലും നൽകണമെന്നാണ് നിലപാട്. സർക്കാരിനെ വിമർശിക്കാതെ പരമാവധി സമ്മർദ്ദം ചെലുത്തുകയാണ് തന്ത്രം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിഹിതം കൃത്യമായി നൽകുക, തകർന്നു കിടക്കുന്ന റോഡുകൾ പ്രഥമ പരിഗണന നൽകി പുനർനിർമ്മിക്കുക, അനാവശ്യ ധൂർത്തൊഴിവാക്കുക എന്നീ കാര്യങ്ങളിൽ സർക്കാരിന്മേൽ സമ്മർദ്ദം ശക്തമാക്കാനാണ് CPIയുടെ ആലോചന. പരീക്ഷയുടെ തലേദിവസം പനിയായിരുന്നത് കൊണ്ട് ഞാൻ നേരെ പരീക്ഷ എഴുതിയില്ല എന്ന് പറയും പോലെ ആവാതിരിക്കാനാണ് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് CPI സർക്കാരിനെ തിരുത്താൻ ശ്രമിക്കുന്നതെന്ന് ഒരു മുതിർന്ന നേതാവ് പറയുന്നുണ്ട്. കുത്തനെ കൂട്ടിയ കെട്ടിട നിർമ്മാണ ഫീസ് കുറച്ചതും ക്ഷേമ പെൻഷനിലും സ്വീകരിച്ച നടപടികൾ CPIയുടെ കൂടി സമ്മർദ്ദ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് വിശദീകരണം. CPM മാർഗരേഖ തയ്യാറാക്കിയതുപോലെ തിരുത്തൽ നടപടികൾക്ക് വേണ്ട മാർഗങ്ങൾ CPIയും സ്വീകരിക്കും. പാർട്ടിയിലെ വിവിധ തലങ്ങളിലെ റിപ്പോർട്ടിങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷമാകും നടപടി. പാർട്ടി മത്സരിക്കാത്ത സ്ഥലങ്ങളിലും പ്രവർത്തനം ശക്തമാക്കണമെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. 8 വർഷമായി അധികാരത്തിലിരിക്കുന്ന LDFിൻ്റെ ഭാഗമായ CPIക്ക് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് സമരരംഗത്ത് ഇറങ്ങുന്നതിൽ പലപ്പോഴും വീഴ്ചയുണ്ടായിട്ടുണ്ട്. വാർഡംഗം മുതലുള്ള ജനപ്രതിനിധികൾ ജനങ്ങളോട് കരുതലോടെ ഇടപെടണമെന്നാകും പാർട്ടി തീരുമാനം. ഇത് മുൻകൂട്ടി കണ്ടാണ് ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് CPI സെക്രട്ടറി കത്തയച്ചിരിക്കുന്നത്. SNDP നേതൃത്വത്തെ വിമർശിച്ച് CPM രംഗത്തെത്തിയതുപോലെ പരസ്യമായി പോർമുഖത്തില്ലെങ്കിലും ചില സമുദായങ്ങളിലെ വോട്ടുകളിൽ ഉണ്ടാകുന്ന ചോർച്ച CPI തള്ളിക്കളയുന്നില്ല. പാർട്ടി വിശദീകരണം കേഡർമാരിലേക്കും പൊതുജനങ്ങളിലേക്കും എത്താത്തതിനാലാണ് BJPയിലേക്ക് വിവിധ സമുദായത്തിൽപ്പെട്ടവരുടെ വോട്ടുകൾ പോകാൻ കാരണമെന്നാണ് CPI വൃത്തങ്ങൾ പറയുന്നത്. പാർട്ടി അംഗത്വ വിലയിരുത്തൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാതലം വരെയുള്ള വിലയിരുത്തലാണ് പൂർത്തിയായത്. ഓഗസ്റ്റ് 15-നകം സംസ്ഥാനത്ത് വിലയിരുത്തലുകളും പൂർത്തീകരിക്കും. ഇതോടെ പാർട്ടി അംഗത്വത്തിൽ വിവിധ ജാതികളിൽ നിന്നുണ്ടായ കുറവും കൂടുതലുമെല്ലാം ക്രോഡീകരിക്കാൻ സാധിക്കും. ഇതനുസരിച്ച് തിരുത്തലുകളും ജാഗ്രതയും ഉണ്ടാകും. എന്നാൽ പരസ്യമായ ജാതി ചർച്ചയിലേക്ക് കടക്കാൻ നേതൃത്വം താൽപ്പര്യപ്പെടില്ല.